കെട്ടിയോളേണ്ട മാലാഖ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പോൾ ഇത് അഭിനയമല്ലല്ലോ, നമ്മളവിടെ ജീവിക്കുമായിരുന്നു എല്ലാവരും ചേച്ചിമാർ. പിന്നെ എൻ്റെ മേക്ക് ഓവർ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പലർക്കും മനസ്സിലായില്ല. മാറ്റി ഒക്കെ ചെയ്തപ്പം, മേക്ക് ഓവറൊക്കെ ചെയ്തപ്പം പറഞ്ഞു നരയൊക്കെ ഇട്ടിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഡബ്ബിങ്ങിലേക്ക് തന്നെയാണ് ഞാൻ കൂടുതലും പോയത്. അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ലോക്ക്ഡൗൺ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലും വർക്കുകളൊക്കെ ഷൂട്ടും ഒക്കെ മാറി. പിന്നീട് എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ലിജു സാറിൻ്റെ നൻപകൽ നേരത്തുമായിട്ടും എന്ന ചിത്രത്തിലേക്കാണ് ഓഫർ വരുന്നത്. അത് സാറ് തന്നെ സെലക്ട് ചെയ്ത്, സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരു നല്ല ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചത് അനീഷാണ് വിളിച്ചത്. അനീഷ് ജോർജാണ് എൻ്റെ അസോസിയേറ്റാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഡബ്ബിങ് പോകുമെന്നുള്ളത്, അത്രയും സമയം മാറി നിൽക്കുമ്പോൾ ഡബ്ബിങ് പോവോ, അല്ല ഡബ്ബിങ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് ഉള്ളിൽ. പക്ഷെ അതിനേക്കാളും വലിയ സംഭവം അവിടെ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ മകൻ തന്നെയാണ് കേട്ടോ. അവൻ പറഞ്ഞു അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം അമ്മ, കാരണം നമുക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾ ചെയ്യാം. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ട് ചെയ്യണം, നല്ല അവസരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ അത് പോയി. പക്ഷേ അതും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഫസ്റ്റ് മൂവിയാണ്. ഒപ്പം ലിജോ സാറിൻ്റെ വർക്ക്. അപ്പോൾ അതും അവിടെ ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനുശേഷമാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ മാജിക് ഫ്രെയിംസിൻ്റെ മൂവിയാണല്ലോ കെട്ടിയോളേണ്ട മാല. അവരുടെ തന്നെ മൂവി എന്താടാ സജി, അതിൽ നിവേദ തോമസിൻ്റെ അമ്മയായിട്ട് ചെയ്തു.